നമസ്കാരം. ഇന്ന് രാമായണ സംബന്ധമായിട്ടുള്ള ഒരു അറിവാണ് നിങ്ങളിലേക്ക് പകരുന്നത്. മഹാപുരുഷൻ എന്ന് ശ്രീരാമനെ വിളിച്ച് നാം എല്ലാം കേട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് മഹാപുരുഷൻ എന്നുള്ള ഒരു വിളിപ്പേര് ശ്രീരാമ ഭഗവാന് ലഭിച്ചത്? ശ്രീകൃഷ്ണനോ മറ്റേതെങ്കിലും ദേവന്മാർക്കോ ഈ ഒരു വിളിപ്പേര് കിട്ടിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെയാണ് ശ്രീരാമന്റെ മഹാത്മ്യം. അതുകൊണ്ട് തന്നെ മഹാപുരുഷൻ എന്താണ്, എങ്ങനെയാണ് ആ ഒരു പേരിന് ആധാരമായത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, അയോധ്യാപതിയായിട്ടുള്ള ശ്രീരാമന്റെ അഭിഷേകം മുടങ്ങുകയും കാനനവാസത്തിന് പോവുകയും അവിടെ വെച്ച് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോവുകയും അതിനുശേഷം സീതാന്വേഷണത്തിനായി വാനരപ്പടയെ നിയോഗിക്കുകയും ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടെത്തുകയും വാനര സൈന്യം സമുദ്രം ലംഘിച്ച് സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലേക്ക് കടന്ന് രാവണനുമായി യുദ്ധം ചെയ്യുകയുണ്ടായി. അങ്ങനെ രാവണനും ശ്രീരാമ ഭഗവാനും നേർക്കുനേർ യുദ്ധം നടന്ന സാഹചര്യത്തിൽ ഒരവസരത്തിൽ രാവണന്റെ ആയുധം നഷ്ടപ്പെടുകയുണ്ടായി. ശ്രീരാമ ബാണങ്ങളേറ്റ് രാവണന്റെ ആയുധം നഷ്ടപ്പെട്ടപ്പോൾ ആയുധമില്ലാത്ത ഒരു വ്യക്തിയെ ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള മര്യാദ പുരുഷോത്തമന്റെ ധാർമ്മികത മൂലം രാവണനോട് ഇന്ന് പോയിട്ട് നാളെ വരൂ, യുദ്ധം തുടർന്ന് ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. യുദ്ധനീതിയിൽ അതൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും തന്റെ മര്യാദയും ധർമ്മവും ഏതവസരത്തിലും കൈവിടാതിരുന്ന ശ്രീരാമ ഭഗവാന് മാത്രമാണ് മഹാപുരുഷൻ എന്നുള്ള പേര് ലഭിച്ചത്. മര്യാദ പുരുഷോത്തമൻ, മഹാപുരുഷൻ എന്നൊക്കെ ശ്രീരാമ ഭഗവാന് അതുകൊണ്ട് തന്നെയാണ് പേര് ലഭിച്ചത്. നിങ്ങളിൽ പലർക്കും ഈ വിഷയം അറിയാം, എന്നിരുന്നാലും പറഞ്ഞു എന്ന് മാത്രം. പൂർവം രാമ തപോവനാധിഗമനം, ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീഹരണം, ജടായു മരണം, സുഗ്രീവ സംഭാഷണം, ബാലി നിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി ദാഹനം, പശ്ചാത് രാവണ കുംഭകർണ ഹനനം, ഏതദ്ധി രാമായണം. ഇത് ഏകശ്ലോകി രാമായണമാണ്. രാമായണം പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് നിത്യം ഈ ശ്ലോകത്തെ ചൊല്ലുക. അതുവഴി രാമായണ മഹാത്മ്യം നിങ്ങളിൽ എത്തുന്നതാണ്. രാമായണം പാരായണം ചെയ്തതിന് തുല്യമാണ്. മര്യാദ പുരുഷോത്തമനാണ് ശ്രീരാമൻ, മഹാപുരുഷനാണ് ശ്രീരാമൻ. ശ്രീരാമന്റെ മഹത്വത്തെ അറിഞ്ഞ് ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹം നേടുക. എല്ലാവർക്കും മംഗള ആശംസകൾ. നമസ്കാരം.